ഹായ് ഫ്രണ്ട്സ്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന്? സെപ്റ്റംബർ 16. മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏത്? ആന. കേരളത്തിലെ കണ്ടൽക്കാടുകളെ പറ്റി പ്രതിപാദിച്ച ആദ്യ ഗ്രന്ഥം? ഹോർത്തൂസ് മലബാരിക്കസ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം എവിടെ? സൈലന്റ് വാലി. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത്? നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നതെവിടെയാണ്? തമിഴ്നാട്ടിലെ അണ്ണമലൈ കുന്നുകളിൽ. കേരളത്തിലെ ജൈവ ജില്ല ഏത്? കാസർഗോഡ്. ലോക ഭൗമദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 22. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? പഞ്ചാബ്. ഊർജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകമായ വിളക്ക് ഏത്? LED വിളക്ക്. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധസസ്യം ഏത്? വേപ്പ്. പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏത്? ഗ്രീൻപീസ്. WWFന്റെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ ടൈഗർ റിസർവ്. കാടെവിടെ മക്കളെ മേടെവിടെ മക്കളെ ആരുടേതാണ് ഈ വരികൾ? അയ്യപ്പ പണിക്കർ. ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ചരൺ സിംഗ്. ദേശീയ കർഷക ദിനം എന്നാണ്? ഡിസംബർ 23. ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 22. ലോക വനദിനം എന്നാണ്? മാർച്ച് 21. ഒറ്റ വിത്തുള്ള ഫലം? തേങ്ങ. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? 1956. അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെന്റർ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഇന്ദുചൂഡൻ. പയറുവർഗ ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഏത്? റൈസോബിയം. ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ഉദ്യാനം? കുറിഞ്ഞിമല. ഏതു മൃഗത്തിന്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കിയത്? സിംഹവാലൻ കുരങ്ങ്. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം? ചുളഞ്ഞൂർ. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്? കമ്മ്യൂണിറ്റി റിസർവുകൾ.